നമസ്കാരം. കോവിഡ് കാലത്ത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജയും സംഘവും എത്തരത്തിലാണ് കേരളത്തെ പൊതിഞ്ഞു പിടിച്ചത്. ഉറങ്ങാത്തമ്മ, ടീച്ചറമ്മ, നമ്മളൊക്കെ ശ്വസിച്ച് ജീവിക്കുന്നത് പോലും, വായു ശ്വസിച്ച് ജീവിക്കുന്നത് പോലും ടീച്ചറമ്മയുടെ കനിവാണെന്നൊക്കെ ഈ അടുത്തിടയ്ക്ക് ഏതോ ഒരു ബുദ്ധിഹീന പറയുന്നത് നാം കേട്ടതാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയിൽ. അത്തരത്തിലുള്ളൊരു പ്രചാരണമായിരുന്നു. കോവിഡിനെ പ്രതിരോധിച്ച് ടീച്ചറമ്മ ഉണ്ണിയാർച്ചയെ പോലെ വാളും പരിചയമെടുത്ത് ചാടി കോവിഡിനോട് അംഗം വെട്ടി കോവിഡിൻ്റെ തല കൊയ്യുകയായിരുന്നു. ആ തലകൊയ്യൽ ടീച്ചറമ്മയ്ക്ക് മാറ്റച്ചുരികകൾ എടുത്തു കൊടുക്കുവാൻ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന മുഹമ്മദ് അഷീൽ. അസ്ലീലല്ല, അഷീൽ. മുഹമ്മദ് അഷീൽ എന്നുള്ള വ്യക്തി, അദ്ദേഹമാണ് ഈ ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള പരിപാടി, അതായത് ഈ കണ്ണികൾ ഇല്ലാതാക്കുക, കോവിഡിൻ്റെ പടരുന്ന ശൃംഖലകൾ ഇല്ലാതാക്കുക എന്നുള്ള പദ്ധതിയുടെ, ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയുടെ മേൽനോട്ടവും നടത്തിപ്പുമെല്ലാം ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ പ്രത്യേക ഓഡിറ്റ് വിഭാഗം ആ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്താണ് സാമ്പത്തിക ക്രമക്കേടുകൾ? കിയോസ്കുകൾ സ്ഥാപിച്ച് നമ്മുടെ ഹാൻഡ് സാനിറ്റൈസറും ഒക്കെ വിതരണം ചെയ്യുന്ന കിയോസ്കുകളൊക്കെ സ്ഥാപിക്കുന്നതിൽ അഴിമതി ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പലയിടങ്ങളിലും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ടെൻഡർ വിളിച്ചതൊന്നും ആരോഗ്യവകുപ്പിൻ്റെ അനുമതിയില്ലാതായിരുന്നു. അതിനെല്ലാം കാരണമായി പറഞ്ഞിരുന്നത് ഈ ഒരു ഇത്തരത്തിൽ സാംക്രമിക രോഗം പടരുന്ന പ്രത്യേക സാഹചര്യമാണ്. ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ ഒരു പദ്ധതിക്ക് മാത്രമായിട്ട്, ഈ കിറ്റുകൾ വാങ്ങുന്നതും സാനിറ്റൈസർ വാങ്ങുന്നതുമായിട്ടുള്ള പദ്ധതികൾക്ക് മാത്രമായിട്ട് ഏതാണ്ട് 44 ലക്ഷം രൂപയാണ് വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. വിവിധ ജില്ലയിലെ കോർഡിനേറ്റർമാർക്ക് മുൻകൂർ അഡ്വാൻസ് നൽകിയതാണ്. കാരണം ഈ പദ്ധതിയുടെ കോർഡിനേറ്റർമാർ സ്വന്തം ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഈ പറയുന്ന പോലെ സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനം, അത്തരത്തിലുള്ള മറ്റൊരു നിയമനം, അതിനു വേണ്ടിയിട്ട് ഏതാണ്ട് 45 ലക്ഷം രൂപയോളം മുൻകൂറായി നൽകി എന്നുള്ളതാണ് ഒരു ചിലവ്. 19 ലക്ഷം രൂപ ചില നവീകരണ പ്രവർത്തനങ്ങൾക്ക് കിയോസ്ക് സ്ഥാപിക്കുന്നതിൽ മുൻപേ കൂട്ടി അറിയിച്ചിരുന്ന സ്ഥലങ്ങളിലല്ലാതെ കിയോസ്കുകൾ സ്ഥാപിക്കുക. അത്തരത്തിലുള്ള നിരവധി ക്രമക്കേടുകൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് അഷീലിന് പേരിൽ അന്വേഷണം വേണമെന്നല്ല പ്രത്യേക ഓഡിറ്റ് വിഭാഗം പറഞ്ഞിരിക്കുന്നത്, നടപടി വേണമെന്നാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ മുഹമ്മദ് അഷീൽ ഈ റിപ്പോർട്ടിനെ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ധനകാര്യ വകുപ്പിന് അദ്ദേഹം അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. മുൻ മന്ത്രി കെ ശൈലജയും, ആരോഗ്യമന്ത്രി കെ ശൈലജയും രംഗത്തെത്തിയിട്ടുണ്ട്. മുഹമ്മദ് അഷീൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഒരു കാര്യം കൂടി മുഹമ്മദ് അഷീൽ രംഗത്ത് വന്നപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഉന്നതന്മാരുടെ അറിവോട് കൂടിയാണ് ഞാൻ ചെയ്തത്. അത് ഈ കെ ശൈലജയെ പോലുള്ളവർക്കൊരു മുന്നറിയിപ്പാണ്. നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. എന്നെ രക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്, വന്ന് രക്ഷിച്ചോളൂ. ഈ PPP കിറ്റ് മുതൽ, ഈ കോവിഡ് പ്രതിരോധ കിറ്റുകൾ മുതൽ വാങ്ങുന്നതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം അന്നേ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ മൗനം പാലിച്ച കെ ശൈലജ പിന്നീട് പറഞ്ഞത്, അന്ന് കുറച്ച് വില കൂടിയ കിറ്റ് കിട്ടിയപ്പോൾ അവിടുന്ന് വാങ്ങിക്കണം, പെട്ടെന്നൊരു അത്യാവശ്യമല്ലേ എന്നുള്ള രീതിയിൽ ഉള്ള പ്രതികരണമാണ് അവർ നടത്തിയിരുന്നത്. അവരൊരിക്കലും ഇതിലൊരു തിരിമറിയോ അല്ലെങ്കിൽ കൂടിയ വിലയ്ക്ക് ഇത്തരം വസ്തുക്കൾ വാങ്ങി എന്നുള്ളതിനെ നിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കോവിഡിൻ്റെ പേരിൽ വലിയ പരസ്യപ്രചാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിവിനെക്കുറിച്ചും നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അമേരിക്കയിൽ നിന്ന് പോലും ആളുകൾ വിളിച്ച് എങ്ങനെയാണ് ഇവിടെ ഈ പ്രതിരോധം തീർക്കുന്നത്, ഞങ്ങൾക്കും കൂടിയൊന്ന് പറഞ്ഞു തരൂ ടീച്ചറെ എന്ന് കെ ശൈലജയെ രാത്രി പോലും വിളിച്ച് അഭിനന്ദിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്ത കഥകളും എല്ലാം നാം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ചില്ലറ മൈലേജൊന്നുമല്ല പിണറായി വിജയൻ സർക്കാരും പ്രത്യേകിച്ച് കെ ശൈലജയും ഉണ്ടാക്കിയത്. ആ മൈലേജിൻ്റെ പേരിൽ, വ്യക്തിപരമായിട്ടുള്ള മൈലേജിൻ്റെ പേരിൽ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പലതും കെ ശൈലജയ്ക്കുണ്ടായി. പാർട്ടിയിൽ തന്നെ അവർ പൂർണ്ണമായും തഴയപ്പെട്ടു. കാരണം കാരണഭൂതന് മേൽ പ്രശസ്തി ആരെങ്കിലും നേടിയാൽ കാരണഭൂതന് സഹിക്കുമോ, അതുകൊണ്ട് തന്നെ അവർ തഴയപ്പെട്ടു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ തന്നെ ഈ കോവിഡിൻ്റെ മറവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. മുഹമ്മദ് അഷീലിന് അതിൽ പങ്കുമുണ്ട് എന്നാണ് ധനകാര്യ വകുപ്പ് പറയുന്നത്. ഏറെക്കുറെ നമുക്കത് വിശ്വസിക്കുകയും ചെയ്യാം. ഇനി അറിയേണ്ട ഒരേ ഒരു കാര്യം, മുഹമ്മദ് അഷീലിന് മുകളിലേക്ക് അന്നത്തെ ഒരു ഭരണക്രമം അനുസരിച്ച് മുഹമ്മദ് അഷീൽ പറയുന്നത് പോലെ ഉന്നതന്മാർക്കെല്ലാം ഇതറിയാമായിരുന്നു. അവർ ഈ ക്രമക്കേടിൽ നിന്ന് വകമാറ്റപ്പെട്ട പണത്തിൻ്റെ തുകയുടെ പങ്ക് പറ്റിയിട്ടുണ്ടോ എന്ന് മാത്രമാണ്. ആ
വ്യക്തികളിലേക്ക് അന്വേഷണം എത്തുകയാണെങ്കിൽ അത്തരം വിവരങ്ങൾ പുറത്തു വന്നേക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം പ്രഖ്യാപിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ളൊരു സമവായം എതിർചേരിയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഉണ്ടാവുകയും ഇത്തരം അന്വേഷണങ്ങൾ എങ്ങുമെങ്ങും എത്താതെ പോവുകയുമാണ് സംഭവിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അന്വേഷണം കൈകാര്യം ചെയ്യുന്നത് UDF ആണ്, കോൺഗ്രസ് ഭരിക്കുന്ന UDF. അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസ്സിനെ പ്രത്യേകിച്ച് അഴിമതികൾ വെച്ച് വിലപേശുവാനും അഴിമതികൾ വെച്ച് വില വാങ്ങുവാനും ആരും പഠിപ്പിക്കേണ്ടതില്ല. അണ്ണാൻ കുഞ്ഞിനെ മരങ്കയറ്റം പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം എവിടെ എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും മുഹമ്മദ് അഷീൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ആരോപണത്തെ നേരിടുന്നത്. ഉന്നതന്മാർ തന്നെ രക്ഷിക്കാനുണ്ടാകുമെന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. എന്താകും ഇതിൻ്റെ ഒരു പരിണാമം എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.